ഞാൻ ഈ പറയുന്ന 5 കാറ്റഗറി ആൾക്കാരെ ഒരു കാരണവശാലും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കും. ഏത് കാര്യത്തിലും ഇരവാദം മുഴക്കുന്നവരെ, ആണാകട്ടെ പെണ്ണാകട്ടെ അടുത്ത സുഹൃത്താകട്ടെ പ്രണയിനിയാകട്ടെ കുടുംബാംഗങ്ങളാകട്ടെ, ഇരവാദം എല്ലായ്പ്പോഴും 1 2 വട്ടമൊക്കെ ഓക്കെ. ഒരാളും 3-ാം വട്ടം ഒരു കാര്യം വെറുതെ അബദ്ധത്തിൽ ചെയ്യും, അത് മിസ്റ്റേക്ക് ആയിരിക്കും, അത് ഡിസിഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങളോട് എപ്പോഴും ഇരവാദം പറയുന്ന ഒരാളെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. അയാളായിരിക്കും ഞാൻ ഭയങ്കര പാവമാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവരും എന്നെ ഇങ്ങനെ ചെയ്യാണ്, എനിക്കറിയത്തില്ല എന്റെ ലൈഫ് എന്താണോ. അതൊന്നും ആയിരിക്കില്ല അയാൾ. നിങ്ങൾ ഈ പറയുന്നത് ചിലപ്പോൾ ഇപ്പോ എന്നോട് തർക്കിച്ചെന്ന് വരാം, ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഇരവാദം മുഴക്കുന്നവരെ, ശരിയായ ഒരാളെ അല്ലെങ്കിൽ വിശ്വസിപ്പിക്കേണ്ട ഒരാൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇരവാദം മുഴക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ ആക്ഷൻസ് പ്യൂർ ആയിരിക്കും, അയാൾ ചെയ്യേണ്ടതായിട്ട് പോകും. മറ്റുള്ളവരെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുന്നവരെ ഒരു കാരണവശാലും വിശ്വസിക്കുക. അതിപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറെ പേര് ഇരുന്ന് ഒരാളെ വിലയിരുത്തുന്നത് പിന്നെയും സഹിക്കാം. അതും സഹിച്ചുകൂടാ, അത് നമുക്ക് പിന്നെ വിലയിടാൻ പറ്റുന്നതല്ല, എന്നാൽ അത് പിന്നെയും സഹിക്കാം. കോമൺ ആയിട്ടാണ് നിങ്ങൾ ഒരാളെ കുറിച്ച്, പക്ഷേ 1 to 1 നിങ്ങളോട് ഒരാളെ കുറിച്ച് രഹസ്യമായിട്ട് നിങ്ങളോട് ഒരാൾ കുറ്റം പറഞ്ഞാൽ അയാൾ നിങ്ങളുടെ കുറ്റം പറയും, അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വസിക്കരുത്. അങ്ങനെ നിങ്ങളോടൊരാളുടെ, എന്നോടൊരാൾ വന്നിട്ട് മറ്റൊരാളുടെ കുറ്റം പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഈ എന്നോട് കുറ്റം പറഞ്ഞ ആളെ ആയിരിക്കും ഞാൻ നോട്ട് ചെയ്യുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ പോയിട്ട് ചിലപ്പോൾ നമ്മളെ കുറിച്ചായിരിക്കും പറയാം. 3-ാമത്തെ രസമാണ് ട്രസ്റ്റ് മീ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. നീ എന്നെ വിശ്വസിക്കണം, ഞാനിത് പിന്നുണ്ടല്ലോ ഇതിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ, അല്ലെ ട്രസ്റ്റ് മീ ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട്, ട്രസ്റ്റ് മീ ഞാൻ, അതായത് റിപ്പീറ്റഡ്ലി അവരെ വിശ്വസിക്കാൻ നമ്മളെ കമ്പൽ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നവരെ വിശ്വസിക്കരുത്. അവര് പാലും വെള്ളത്തിൽ പണി തരുന്നില്ല. 4-ാമത്തത് ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വമല്ലാത്ത കുറ്റത്തിനൊക്കെ പണിയുന്ന ടീമുകളാണ്. അതായത് ചില മനുഷ്യരുണ്ട്, അവർക്ക് രഹസ്യം സൂക്ഷിക്കുക, എന്ത് പറഞ്ഞാലും അതിങ്ങനെ ഗുളു മറ്റുള്ളവരോട് പറഞ്ഞു. രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്തൊരു കാറ്റഗറി ആൾക്കാർ നമ്മുടെ ഒക്കെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ മുഖം ഓർമ്മ വന്നില്ലേ, രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല, എല്ലാം ഇങ്ങനെ ഗുണഗുണ പറഞ്ഞു കൊടുക്കും, എല്ലാവരോടും പറയും, മനസ്സിലൊന്നും ഇരിയില്ല. അങ്ങനെയുള്ള ഒരാളോടും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയരുത്, നിങ്ങളുടെ അടുത്ത നീക്കം പറയരുത്. നിങ്ങൾക്കത് പണി കിട്ടും. ആ കൂട്ടരെ അവരുടെ തെറ്റ് കാരണമല്ല, പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. അടുത്തത് ഈ കാര്യം കാണാൻ വേണ്ടി മാത്രം നിങ്ങളെ വിളിക്കുന്നത് ചില മനുഷ്യരുണ്ട്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഈ പറഞ്ഞ പോലെ ഒരാൾ മറ്റൊരാളെ വിളിക്കേണ്ടത് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമാണ്. 2 മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പരസ്പരം വരുമ്പോൾ വിളിക്കും. ഞാൻ പറഞ്ഞ ആ കോമൺ സംഗതിയല്ല. ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ അയാൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് വിളിക്കുന്നത്, അല്ല അയാളുടെ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം അയാൾ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴും മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ചെവിയും കണ്ണും കാതും കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരാള് നിങ്ങളുടെ രഹസ്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കായിട്ട് ഇത് അയച്ചു കൊടുക്കൂ, എന്നിട്ട് ഇത് സേവ് ചെയ്യൂ.